തഹജ്ജുദ് നിസ്കാരത്തിന് വലിയ പ്രാധാന്യം നൽകണം. ഇലാഹായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചുരുങ്ങിയത് 2 റക്അത്താണ്, അധികരിച്ചാൽ എത്ര റക്അത്തുമാവാം. ചുരുങ്ങിയത് 2 റക്അത്ത്. മുഅ്മിനെ അത് പതിവാക്കുന്നത് ഏറെ പുണ്യമാണ്. ഇലാഹായ റബ്ബേ, ഞങ്ങളിൽ ഓരോരുത്തർക്കും തൗഫീഖ് നൽകണമേ അല്ലാഹ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, അലൈക്കും ബിഖിയാമിൽ ലൈല ഫഇന്നഹു ദഅബുസ് സ്വാലിഹീന ഖബ്ലകും വഇന്ന ഖിയാമൽ ലൈലി ഖുർബത്തുൻ ഇലല്ലാഹ് വമൻഹാതുൻ അനിൽ ഇസ്മി വതക്ഫീറുൽ ലിസ്സയ്യിആത് വമതുറദത്തുൽ ലിദ്ദാഇ അനിൽ ജസദി. ഈ തഹജ്ജുദ് നിസ്കാരം ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. അത് ദഅബുസ് സ്വാലിഹീന ഖബ്ലകും, നിങ്ങളുടെ മുൻഗാമികളായ സ്വാലിഹീങ്ങളുടെ പതിവിൽപ്പെട്ടതാണ്. വഇന്ന ഖിയാമൽ ലൈലി ഖുർബത്തുൻ ഇലല്ലാഹ്, അത് ഇലാഹായ റബ്ബിലേക്ക് നമ്മളെ വല്ലാതെ അടുപ്പിക്കുന്നതാണ്. വമൻഹാതുൻ അനിൽ ഇസ്മി, ദോഷങ്ങളിൽ നിന്ന് നമ്മളെ തടയുന്നതാണ്. വതക്ഫീറുൽ ലിസ്സയ്യിആത്, ചെയ്തുപോയ ദോഷങ്ങൾ പൊറുപ്പിക്കുന്നതുമാണ്. വമതുറദത്തുൽ ലിദ്ദാഇ അനിൽ ജസദി, ശരീരത്തിൽ പിടിപെടുന്ന അനവധി രോഗങ്ങൾക്കത് പ്രതിരോധമാണ്. തഹജ്ജുദ് നിസ്കാരം മുൻഗാമികളായ സാലിഹീങ്ങളുടെ രീതിയാണ്. അല്ലാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതാണ്. ദോഷങ്ങളിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തുന്നതാണ്. ചെയ്തുപോയ ദോഷങ്ങൾ പൊറുപ്പിക്കുന്നതാണ്. ശരീരത്തിന് പിടിപെടാൻ സാധ്യതയുള്ള രോഗങ്ങൾക്കൊക്കെ ഒരു പ്രതിരോധമാണ്. നല്ല നിലക്ക് റാഹത്തായിട്ട് അത് ചെയ്താൽ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അബൂദർദാ റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടെ തന്റെ കൂടെയുള്ളവരോട് പറയുമായിരുന്നു, സല്ലൂ റകഅതൈൻ ഫീ ളുൽമിൽ ലൈലി ലിളുൽമത്തിൽ ഖുബൂർ. മനുഷ്യരെ, ഖബറിന്റെ ഇരുളകന്ന് പോകാനും ഖബറിൽ നിങ്ങൾക്ക് വെളിച്ചം ലഭിക്കാനും രാത്രിയുടെ ഇരുട്ടിൽ നിങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കേണ്ടതാണ്. 2 റക്അത്തെങ്കിലും അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. വസിലുൽ കിതാബ വലാ തനം ഇല്ലാ കനൗമതി ഹായിരിൻ വലിഹാനി ഫലറുബ്ബമാ തഅതിൽ മനിയതു ബഗ്തതൻ ഫതുസാഖു മിൻ ഫുറുഷിൻ ഇലൽ അക്ഫാനി യാ ഹബ്ബദാ ഐനാനി ഫീ ഗസഖിദ് ദുജാ മിൻ ഖശിയത്തിർ റഹ്മാനി ബാഖിയതാനി. വല്ലാത്ത വർത്താനാണ്, വല്ലാത്ത ചില സന്ദേശങ്ങളാണ്. ഖും ഫിദ്ദുജാ വസിലുൽ കിതാബ വലാ തനം. സഹോദരാ, സഹോദരി, രാത്രിയിലൊന്ന് എഴുന്നേൽക്ക്, നിസ്കരിക്ക്. വസിലുൽ കിതാബ, എന്നിട്ടൊരൽപ്പമെങ്കിലും പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യേ. രാത്രി ഒന്ന് എഴുന്നേറ്റിട്ടൊരൽപ്പമെങ്കിലും 2 റക്അത്തെങ്കിലും നിസ്കരിച്ച് ഒരൽപ്പമെങ്കിലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേ. വലാ തനം ഇല്ലാ കനൗമതി ഹായിരിൻ വലഹാനി. പരിഭ്രമിച്ച് ഉറങ്ങുന്നവനെ പോലെയല്ലാതെ നീ ഉറങ്ങരുത്. പേടിയും വെപ്രാളവുമുള്ള ഒരാളുടെ ഉറക്കെങ്ങനെയാണോ ആ നിലയിലേ നീ ഉറങ്ങാവൂ. പടച്ചോനെ, ഞാൻ അറിയാതെ എൻ്റെ ഉറക്ക് നീണ്ടുപോയി, നിസ്കാരം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ആശങ്കയിൽ, പേടിയിലായിരിക്കണം നീ കിടക്കേണ്ടത്. എപ്പോഴും നീ ചിന്തിക്കണം, ഫലറുബ്ബമാ തഅതിൽ മനിയതു ബഗ്തതൻ ഫതുസാഖു മിൻ ഫുറുഷിൻ ഇലൽ അക്ഫാനി. എപ്പോഴാണ് മരണം നിന്നെ പിടികൂടുന്നതെന്നറിയില്ല നിനക്ക്. അങ്ങനെ മരണം പിടിപെട്ടാൽ ഫതുസാഖു മിൻ ഫുറുഷിൻ ഇലൽ അക്ഫാനി, പിന്നെ നിന്റെ വിരിപ്പിൽ നിന്ന് കഫംപുടയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഓർമ്മ വേണം.
നീ ധരിച്ച വസ്ത്രം അഴിച്ചു മാറ്റുന്നത് നീയാവില്ല, മറ്റുള്ളവരാകും. ഓർമ്മ വേണം. അതുകൊണ്ട് യാ ഹബ്ബദ ഐനാനി ഫീ ഗസഖിദ്ദുജാ മിൻ ഖശിയത്തിർ റഹ്മാനി ബാഖിയതാനി. കൂരിരുട്ടിൽ റബ്ബിനെ ഓർത്തുന്ന കരയാനുള്ള കണ്ണ് ലഭിക്കലാണ്. അങ്ങനെ കരയാനുള്ള തൗഫീഖ് കിട്ടലാണ് ഏറ്റവും വലിയ ഭാഗ്യം. അല്ലാഹു സൗഭാഗ്യം തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ മുഅ്മിനെ. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന് പിടിപെടുന്ന പ്രധാനപ്പെട്ട 5 രോഗങ്ങൾക്കുള്ള 5 മരുന്നുകളിൽ ഒരു മരുന്നാണ് രാത്രിയിലുള്ള നിസ്കാരം. ഹൃദയത്തിന് പിടിപെടുന്ന രോഗം മാരക രോഗാണ്. അതിനുള്ള 5 മരുന്നിൽ പ്രധാനപ്പെട്ടൊരു മരുന്ന് വദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ വഖിയാമു ലൈലിൻ വതളറു ബിസ്സഹർ വമുജാലസാതുസ് സാലിഹീനൽ ഫുല്ലലാ. 5 മരുന്നുകളാണ് ഹൃദയത്തിന് പിടിപെടുന്ന രോഗങ്ങൾക്കുള്ളത്. അതിലൊന്ന് രാത്രിയുള്ള നിസ്കാരാണ്. ഉദ്ദേശിക്കുന്നത് തഹജ്ജുദാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. സുജൂദൊക്കെ പരമാവധി ദീർഘിപ്പിക്കാൻ ശ്രമിക്കുക. തഹജ്ജുദ് നിസ്കാരത്തിൽ ആ സുബഹിയുടെ മുമ്പേ എഴുന്നേറ്റ് നമ്മൾ നിസ്കരിക്കുമ്പോൾ സുജൂദൊക്കെ ദീർഘിപ്പിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. കേവലം ഒരു 3 തവണ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്നതിൽ ഒതുക്കാതെ ദിക്റുകൾ അങ്ങനെ വർദ്ധിപ്പിക്കാം. അത് 5 തവണ, 7 തവണ, 9 തവണ, 11, 13 ഒറ്റയാക്കണം കേട്ടോ. ഒറ്റയാക്കൽ സുന്നത്താണ്. പിന്നെ റബ്ബിനോട് ദുആ ചെയ്യുക. അറിയാവുന്ന നല്ല അദ്കാറുകളൊക്കെ ചൊല്ലുക. സുബ്ഹാനദിൽ മുൽക്കി വൽ മലകൂത്ത് سبحان ذي العزة والجبروت سبحان الحي الذي لا يموت سبحان ذي الملك والملكوت سبحان ذي العزة والجبروت سبحان الحي الذي لا يموت. അതിപ്രധാനപ്പെട്ടൊരു സംഗതിയാണ് സുജൂദ് ദീർഘിപ്പിക്കുക എന്നത്. അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്. ഒരടിമ തന്റെ റബ്ബിനോട് ഏറ്റവും അടുക്കുന്ന ഘട്ടം അടിമ സുജൂദിൽ കിടക്കുമ്പോഴാ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയൊരു ബന്ധായിരിക്കും സുബഹിയുടെ മുമ്പ് എഴുന്നേറ്റ് അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുന്ന മനുഷ്യനും അള്ളാഹുവും തമ്മിലുള്ളത് ഒന്ന് ആലോചിച്ചു നോക്കൂ. അതിൻ്റെ ഒരു സംതൃപ്തി എത്രയാണ്, അതിൻ്റെ ഒരു റാഹത്ത് എത്രയാണ്. ഒരു അബ്ദ് ആ നിലയിൽ ഒരു സുജൂദ് ചെയ്യുമ്പോൾ പിശാച് പൊട്ടിക്കരഞ്ഞ് ആർത്തട്ടഹസിച്ച് ഓടും. അവൻ വിളിച്ചു പറയും, ഉമിറബ്നു ആദമ ബിസ്സുജൂദ് ഫസജദ ഫലഹുൽ ജന്ന. ആദമിന്റെ പുത്രനോട് സുജൂദ് ചെയ്യാൻ കൽപ്പനയുണ്ടായേ. അത് കേട്ടവൻ സുജൂദ് ചെയ്തു. അതിന്റെ ഫലമായി ഫലഹുൽ ജന്ന, അവന് സ്വർഗമുണ്ടല്ലോ. വഉമിർതു അൻ അസ്ജുദ ഫഅബൈതു ഫലിയന്നാർ. എന്നോടും അല്ലാഹു സുജൂദ് കൊണ്ട് കൽപ്പിച്ചിരുന്നു, പക്ഷേ ഞാൻ സുജൂദ് ചെയ്തില്ല. എനിക്കതിന്റെ അനന്തര ഫലമായി ലഭിക്കുന്നത് നരകമാണല്ലോ എന്ന് പറഞ്ഞ് മനുഷ്യൻ ആത്മാർത്ഥമായി സുജൂദ് ചെയ്യുമ്പോ ശൈത്താൻ പൊട്ടിക്കരഞ്ഞോടുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളുടെ ഈ തഹജ്ജുദും സുജൂദ് ദീർഘിപ്പിക്കലൊക്കെ അതിനൊക്കെ ഉപകരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ.